അപ്പോൾ അത് സെലക്ട് ചെയ്യുക. കോൾ ബാക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ വിളിക്കും. അവർ വിളിച്ചിട്ട് നമ്മളെ കൊണ്ട് കുറച്ച് ട്രബിൾ ഷൂട്ടിംഗ് സ്റ്റെപ്സൊക്കെ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കും. ക്യാമറ വർക്കാവുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കൊറിയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ കൊറിയർ ചെയ്ത് കഴിയുമ്പോൾ റീപ്ലേസ്മെൻറ്റ് കിട്ടും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ഫോർ GoPro team to give me a new camera as in replacement. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റ്യൻ. ഞാൻ ഒരു 2 ദിവസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ GoPro അടിച്ചു പോയെന്നും പറഞ്ഞ്. സംഭവം ശരിയാണ്, ക്യാമറ അടിച്ചു പോയി. അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവരുടെ വെബ്സൈറ്റിൽ കയറി കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് വിളിച്ച് ഓസ്ട്രേലിയയിൽ നിന്ന്. അവർ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, അവർക്ക് മലയാളമൊന്നും അറിയില്ല. അപ്പോൾ അവർ സംസാരിച്ചിട്ട് അവർ എന്നെക്കൊണ്ട് 2-3 ട്രബിൾ ഷൂട്ടിംഗ് സ്റ്റെപ്സൊക്കെ ചെയ്ത്, പക്ഷേ സംഭവം വർക്കൗട്ടായില്ല. അന്നേരം അവർ എനിക്ക് മെയിൽ അയച്ചു തന്ന് 3 അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ഇമെയിൽ വന്ന്, ഒരു ഇവേ ബില്ല്, പിന്നെ നമ്മുടെ ഐറ്റം കൊറിയർ ചെയ്യാനുള്ള ഒരു അഡ്രസ്സ്, എന്നിട്ട് അവർ പിന്നെ UPS കൊറിയർ സെൻറ്ററിൻ്റെ അഡ്രസ്സ് അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ UPS കൊറിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളത്ത് പാലാരിവട്ടത്താണുള്ളത്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ GoPro എടുത്തിട്ട് പണി കിട്ടുകയാണെങ്കിൽ ഈ ഒരു 4 സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്താൽ മതി. സംഭവം ഞാൻ കുറച്ച് സങ്കടപ്പെട്ടെങ്കിലും കഷ്ടപ്പെട്ടെങ്കിലും ഇന്ന് ഞാൻ അവിടെ പോയി, പാലാരിവട്ടത്തുള്ള അവരുടെ UPS കൊറിയർ ഓഫീസിൽ പോയി. ക്യാമറ മാത്രം കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ക്യാമറ കൊടുത്തു, ബാറ്ററി എൻ്റെ കയ്യിൽ തന്നെ വെക്കാൻ പറഞ്ഞു. ക്യാമറ ഒരു ബോക്സിലിട്ട് കൊടുത്തു, അവരുടെ കൊറിയർ സർവീസിൽ കൊണ്ട് ഏൽപ്പിച്ചു. സംഭവം ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു. ഇനി അവരത് സിംഗപ്പൂർക്ക് അയക്കും. സിംഗപ്പൂർ ഐറ്റം നമ്മുടെ ക്യാമറ അവിടെ എത്തിക്കഴിയുമ്പോൾ അവർ അതിനുള്ള നോട്ടിഫിക്കേഷൻ കൊറിയറുകാർ തരും. അത് കഴിഞ്ഞിട്ട് പുതിയ GoPro റീപ്ലേസ്മെൻ്റ് ആണെന്നാണ് പറയുന്നത്, അവർ അയച്ചു തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വെയിറ്റ് ആൻഡ് സീ. ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. www.gopro.com എന്ന് പറഞ്ഞ സൈറ്റിൽ കയറുക. ക്യാമറയുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയും. ക്യാമറയുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിന് ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുക. കേസ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഐദർ കോൾ ബാക്ക് ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ GoPro വെബ്സൈറ്റിൽ കയറിയിട്ട് എങ്ങനെയാണ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. ആദ്യം www.gopro.com എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അതിന് ശേഷം നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് താഴെ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. നിങ്ങൾ നമ്മൾ GoProൻ്റെ സൈറ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണ്. ഏറ്റവും താഴെ വരുമ്പോൾ സെയിൽസ് പ്ലസ് സപ്പോർട്ട് എന്ന് നിങ്ങൾ കാണുന്നില്ലേ, അതിൽ കോണ്ടാക്റ്റ് അസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. കണ്ടോ, കോണ്ടാക്റ്റ് അസ്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്ത പേജിൽ അവരുടെ വർക്കിംഗ് അവേഴ്സ്, ഓഫീസ് അവേഴ്സ് അതൊക്കെ കാണിക്കും. അപ്പോൾ ഞാൻ ഇത് കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ ലേറ്റായിപ്പോയി. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നില്ലേ, സമയം കഴിഞ്ഞു പോയെന്ന്, സമയപരിധി. അവരുടെ വർക്കിംഗ് അവേഴ്സ് രാവിലെ 8 മണി മുതൽ 5 മണി വരെയാണ് വൈകിട്ട്. അത് ഓസ്ട്രേലിയൻ ടൈമാണ്. ഓസ്ട്രേലിയൻ വെസ്റ്റേൺ ടൈമാണ്. അപ്പോൾ നമ്മുടെ ഇവിടത്തേലും ഒരു 3 മണിക്കൂർ മുമ്പിലാണവർ. അതായത് നമ്മുടെ ഇവിടെ 5 മണിയാകുമ്പോൾ അവിടെ രാത്രി 8 മണിയായിട്ടുണ്ടാവും. നമുക്ക് അവരോട് സർവീസിന് വേണ്ടി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സർവീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഒരു 8 മണിക്കോ അല്ലെങ്കിൽ 10 മണിക്കൊക്കെ ഇതുപോലെ GoProയുടെ വെബ്സൈറ്റിൽ കയറുക. എന്നിട്ട് നമ്മുടെ ക്യാമറയുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കണം. അപ്പോൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം കോണ്ടാക്റ്റ് അസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം
നമ്മുടെ ഇഷ്യൂ ടൈപ്പ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് സപ്പോർട്ട്, അത് ഓൾറെഡി അതിൽ ക്ലിക്ക്ഡ് ആയിരിക്കും. എന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യണം. പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുന്നത് GoPro 7 ബ്ലാക്ക് എന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ GoPro Hero 7 6 5 വല്ലതും ആണെങ്കിൽ നിങ്ങളങ്ങനെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ Hero 7 ബ്ലാക്ക് എന്ന് സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ക്യാമറയുടെ സീരിയൽ നമ്പർ അടിച്ചു കൊടുക്കണം. ക്യാമറയുടെ സീരിയൽ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ GoPro ക്യാമറ എടുക്കുക. അതിന് ശേഷം അതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് തുറക്കുക. ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് തുറക്കുന്നത്. പ്രസ് ചെയ്തിട്ട് പുറകിലേക്ക് വലിക്കുമ്പോൾ തുറയും. ഇനി ബാറ്ററി ഊരിയെടുക്കുക. ബാറ്ററി ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ പോരും. അതിന് ശേഷം അതിൻ്റെ ബാറ്ററി ഇരിക്കുന്ന ആ ഭാഗത്തായിട്ടാണ് അതിൻ്റെ സീരിയൽ നമ്പർ, ഇവിടെ സീരിയൽ നമ്പർ എന്ന് എഴുതിയിട്ടുണ്ട്. അത് തന്നെ സംഭവം. അപ്പോൾ നമുക്ക് GoPro വെബ്സൈറ്റിലേക്ക് പോകാം. ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് പ്രൊഡക്റ്റ് സപ്പോർട്ട്, പ്രൊഡക്റ്റ് നെയിം, പിന്നെ സീരിയൽ നമ്പർ, പിന്നെ റീസൺ ഫോർ കോൺടാക്റ്റ്, മൈ GoPro ക്യാമറ ഇസ് നോട്ട് വർക്കിംഗ്. അത് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് നെയിം, നമ്മുടെ ലാസ്റ്റ് നെയിം, അതിന് ശേഷം നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അവിടെ റീജിയൻ കൊടുക്കുക. നമ്മളിപ്പോൾ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ആ ഫ്ലാഗ് സെലക്ട് ചെയ്യുക, ഇന്ത്യയുടെ ഫ്ലാഗ് സെലക്ട് ചെയ്യാൻ IN ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ എപ്പോഴും യൂസ് ചെയ്യുന്ന, എപ്പോൾ നമ്മളെ വിളിച്ചാലും റീച്ചബിൾ ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന നമ്മുടെ പേഴ്സണൽ ഇമെയിൽ അഡ്രസ്സും കൊടുക്കുക. കാരണം അവർ കോൺടാക്റ്റ് ചെയ്യുന്നത് ഫോണിലൂടെ ആയിരിക്കും നമ്മളെ വിളിച്ചിട്ട് അവർ ട്രബിൾ ഷൂട്ടിംഗ് സ്റ്റെപ്സൊക്കെ പറഞ്ഞു തരുന്നത്. അതോടൊപ്പം തന്നെ ട്രബിൾ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നമുക്ക് ഇമെയിൽ അയച്ചു തരും. അപ്പോൾ എല്ലാ കറക്റ്റായ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം താഴെ കോൺടാക്റ്റ് അസിൽ ക്ലിക്ക് ചെയ്യുക. കോൺടാക്റ്റ് അസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 2 ഓപ്ഷൻസ് വരും. ഒന്ന് കോൾ ബാക്കും ഒന്ന് ചാറ്റ് ഓപ്ഷൻ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. കോൾ ബാക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ വിളിക്കും. അവർ വിളിച്ചിട്ട് നമ്മളെ കൊണ്ട് കുറച്ച് ട്രബിൾ ഷൂട്ടിംഗ് സ്റ്റെപ്സൊക്കെ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കും. ക്യാമറ വർക്കാവുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കൊറിയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ കൊറിയർ ചെയ്ത് കഴിയുമ്പോൾ റീപ്ലേസ്മെൻറ്റ് കിട്ടും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ഫോർ GoPro team to give me a new camera as in replacement.